തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കേരളത്തെ SIR കൂടി നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ഫലപ്രദമായി SIR നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഏത് കുഞ്ഞിനും അറിയാം. അപ്പോൾ ഇതൊരു ഗൂഢാലോചനയാണ് കൃത്യമായിട്ടുള്ളത്. കേരള സർക്കാർ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കാത്തത്? നിയമത്തിൻ്റെ വഴിയിൽ എന്തുകൊണ്ടാണ് കേരള സർക്കാർ പോകാത്തത്? കാരണം ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾ ആ ടൈമിംഗ് നോക്കിയാൽ അറിയാം. ഡിസംബർ 9 വരെയാണ് SIRുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ആളുകളെ ചേർക്കുന്ന പ്രക്രിയയുടെ ഭാഗമായുള്ള ആദ്യഘട്ടം തീരുന്നത്. ഡിസംബർ 9 എന്ന് പറയുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ തീയതികളിലാണ്. അപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തീയതിയിൽ തന്നെ SIR നടത്തണമെന്ന് തീരുമാനിച്ച് അവർ ആസാമിൽ മാറ്റിവെച്ചു, മഹാരാഷ്ട്രയിൽ മാറ്റിവെച്ചു, കേരളത്തിൽ മാറ്റിവെക്കാൻ തയ്യാറായിട്ടില്ല. സംസ്ഥാന സർക്കാർ പ്രഖ്യാപനം നടത്തുന്നുണ്ട്, അവരുടെ പ്രമേയങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നടപടിയിലേക്ക് പോകുന്നില്ല? അവരെന്തുകൊണ്ട് നിയമപരമായി ഈ വഴിയിൽ ചിന്തിക്കുന്നില്ല? തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കേരളത്തെ SIR കൂടി നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ഫലപ്രദമായി SIR നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഏത് കുഞ്ഞിനും അറിയാം. അപ്പോൾ ഇതൊരു ഗൂഢാലോചനയാണ് കൃത്യമായിട്ടുള്ളത്. യഥാർത്ഥ വോട്ടർമാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ്. അതിനെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ എന്തായാലും ശക്തമായിട്ട് തുടരും, നടത്തുക തന്നെ ചെയ്യും. അല്ല, കേരളത്തിലെ പാർട്ടി ഇന്നലെ ചിന്തിച്ചിട്ടുണ്ട്. അത് വിപുലമായ പ്രതിഷേധത്തിലോട്ട് ഞങ്ങൾ പോവാണ്. രണ്ട് രീതിയിലാണ്. ഒന്ന്, വിജിലൻ്റായിട്ടിരുന്നുകൊണ്ട് പാർട്ടിയുടെ താഴെത്തട്ടിലെ കമ്മിറ്റികൾ അർഹതപ്പെട്ടവരുടെ വോട്ട് ഇല്ലാതാക്കുന്നതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിരീക്ഷണം ഞങ്ങൾ ഏർപ്പെടുത്തും. അതോടൊപ്പം തന്നെ ശക്തമായ ബോധവൽക്കരണവും സമരവും ഞങ്ങൾ സംഘടിപ്പിക്കും. ഇതാണ് SIR നടക്കാൻ വേണ്ടി പോകുന്നത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ തട്ടിപ്പിൻ്റെ ആശം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടുകണ്ടായി, നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാകും, കായംകുളത്ത് ഒരു കേന്ദ്രമന്ത്രി സ്റ്റേഷനിൽ, ഒരാഴ്ച മുമ്പേ ഓച്ചിറയിൽ കേന്ദ്രമന്ത്രി സ്റ്റേഷനിൽ. കേന്ദ്രമന്ത്രിമാരോട് മണ്ഡലത്തിൽ വരുന്നതിന് എനിക്ക് വലിയ ബഹുമാനമാണ്. അവർ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, അവർക്ക് വരാൻ അധികാരമുണ്ടല്ലോ. പക്ഷേ ഒരു റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റോപ്പ് അനുവദിച്ചതിന് കേന്ദ്രമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് കാലമായി പാർലമെന്റിലും മനസ്സിലും. അപ്പോൾ കേന്ദ്രമന്ത്രിമാരെ ഈ രീതിയിൽ ഉപയോഗിച്ചിട്ട് യഥാർത്ഥത്തിലുള്ള ജനപ്രതിനിധികളുടെ അവകാശം കവർന്നെടുക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റത്തെ ദോഷകരമായ കാര്യം. അപ്പോൾ തിരഞ്ഞെടുപ്പിന് വേണ്ടി എന്ത് നാടകം കളിക്കാൻ അവരും മോശമെല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.